നമസ്കാരം. MCV ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാലക്കുടി പുഴയിലെ പാൽപ്പുഴക്കടവിൽ കാണാതായ +1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. കോട്ടപ്പുറം വലിയ പണിക്കൽ തുരുത്തിൽ കപ്പേളയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. വാർത്തകൾ വിശദമായി. ചാലക്കുടി പുഴയിലെ പാൽപ്പുഴക്കടവിൽ കാണാതായ +1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. പുളിയനം കുഴുപ്പള്ളി പരേതനായ സുഗുവിന്റെ മകൾ വിസ്മയയാണ് മരിച്ചത്. വിസ്മയയുടെ ബാഗ് കടവിൽ നിന്ന് ലഭിച്ചതാണ് പുഴയിൽ പോയിരിക്കുമെന്ന് സംശയിക്കാൻ ഇടയാക്കിയത്. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ 3 മണിക്കൂർ സമയത്തെ തെരച്ചിലാണ് സമീപത്തു നിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തിയത്. പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് വിസ്മയ. രാവിലെ സ്കൂളിൽ വന്ന ശേഷം ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് ലീവ് ലെറ്റർ എടുക്കാനാണെന്ന് പറഞ്ഞ് തിരിച്ചു പോയതാണെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടി കടവിലിരിക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. കാരണം തിരക്കിയപ്പോൾ കൂട്ടുകാരിയെ കാത്തിരിക്കുന്നതാണെന്നും പറഞ്ഞതായും പോലീസിന് വിവരം ലഭിച്ചു. പെൺകുട്ടിയുടെ ബാഗിൽ ഗുളികകൾ ഉണ്ടായിരുന്നു. വിസ്മയ പൂവത്തുശ്ശേരിയിലുള്ള അമ്മയുടെ വീട്ടിൽ നിന്നാണ് സ്കൂളിൽ വന്നിരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഏറ്റവും കൂടുതൽ പത്രികാ സമർപ്പണം നടന്നത് തിങ്കളാഴ്ചയാണ്. മുന്നണികളും പാർട്ടികളും സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി തീരുമാനിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ്. കൊടുങ്ങല്ലൂർ, വെള്ളാങ്കല്ലൂർ, മാള മേഖലകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഊർജിതമായി. തർക്കം നിലനിൽക്കുന്ന വാർഡുകളിൽ മാത്രമാണ് അവസാന ദിവസം വരെ പത്രികാ സമർപ്പണത്തിനായി കാത്തിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EV വേണു, അന്നമനടയിൽ BJP സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. കോട്ടപ്പുറം വലിയ പണിക്കൽ തുരുത്തിൽ കപ്പേളയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിൽ രൂപക്കൂടിന്റെ ചില്ലുകൾ തകർന്നു. മുൻവശത്ത് വെച്ചിരുന്ന മെഴുകുതിരി സ്റ്റാൻഡ് എടുത്താണ് ചില്ല് തകർത്തിരിക്കുന്നത്. സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ കീഴിലുള്ളതാണ് കപ്പേള. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പട നയിച്ചും പട പേടിച്ചും മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഇനി അങ്കത്തട്ടിലേക്ക്. വികസന നേട്ടങ്ങളും കോട്ടങ്ങളും കുമ്പസാരങ്ങളുമായി പഞ്ചായത്ത് പിടിക്കാൻ നേതാക്കൾ ഇനി നെട്ടോട്ടത്തിലായിരിക്കും. MCV ന്യൂസിന്റെ പക്ഷം പ്രതിപക്ഷം പരിപാടിയിൽ പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുന്നു. ഒരു രാഷ്ട്രീയ പക്ഷത്തോടും അന്ധമായി വിശ്വാസം അർപ്പിക്കാത്ത പൊയ്യ പഞ്ചായത്ത് എറണാകുളം ജില്ലയെ അതിരിടുന്നു. പഞ്ചായത്തിലേറെയും കൂലിവേലക്കാരാണ്. അതേസമയം മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഏറെയുണ്ട്. ഉൾനാടൻ ജലാശയങ്ങളും കായൽപ്പരപ്പും ഏക്കറുകളോളം ചെമ്മീൻ ഫാമുകളും പൊയ്യ പഞ്ചായത്തിന്റെ പ്രത്യേകതയാണ്. സർക്കാരിന്റെ കീഴിലുള്ള അഡാക്കിന്റെ മത്സ്യഫാമും പൊയ്യ പഞ്ചായത്തിലാണ്. 1987 വരെ ഇവിടെ കോൺഗ്രസ് ആധിപത്യമായിരുന്നു. പിന്നീട് ഇരുമുന്നണികളെയും പൊയ്യയിലെ വോട്ടർമാർ പരീക്ഷിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF നേതൃത്വം വലിയ ഭൂരിപക്ഷത്തിലാണ് ഭരണത്തിലെത്തിയത്. പ്രസിഡന്റ് സ്ഥാനത്ത് വനിതാ സംവരണമായിരുന്നു. വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്നെങ്കിലും ധാരണയുണ്ടായിട്ടും ഇല്ലാതെയും 3 പ്രസിഡന്റുമാരാണ് ഭരണം 5 വർഷം എത്തിച്ചത്. ഇതിനിടയിൽ അധികാര തർക്കം പെൺപോരിന്റെ പാരമ്യത്തിലെത്തി. കേസുകളും തർക്കങ്ങളുമായാണ് ഭരണകാലാവധി പൂർത്തീകരിച്ചത്. സ്വന്തം പാർട്ടി അംഗമായ പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് തെറിപ്പിച്ചത് പൊയ്യ പഞ്ചായത്തിന്റെ മറ്റൊരു ചരിത്രമാണ്. 19.11 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡുകളാണ് ഉള്ളത്. കോൺഗ്രസിന് 9, CPM-ന് 2, UDF-ന് പിന്തുണയായിരുന്ന 2 സ്വതന്ത്രരും കേരള കോൺഗ്രസിന് 1, BJP സ്വതന്ത്രൻ 1 ഉണ്ടായിരുന്നു. ആകെയുള്ള 16,933 വോട്ടർമാരിൽ 8,658 സ്ത്രീ വോട്ടർമാരും 8,275 പുരുഷ വോട്ടർമാരുമാണ് ഉള്ളത്. കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലുള്ള പൊയ്യ പഞ്ചായത്തിലാണ് മാള KSRTC ഡിപ്പോ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ഭരണപക്ഷം വിലയിരുത്തുന്നത് നിരവധി മേഖലകളിലാണ്. സമ്പൂർണ്ണ ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപനം കഴിഞ്ഞു. അതുപോലെ തന്നെ സമ്പൂർണ്ണ പെൻഷൻ നമ്മുടെ 15 വാർഡിലും നിലനിർത്തി. ആർക്കും തന്നെ പെൻഷൻ കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മളെ ഭരണസമിതി കയറിയ ശേഷം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം, അതിനൊരു വാത്താണിയായി നമ്മുടെ MLA നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ പേരിൽ ഇപ്പം 11 ദിവസം വെള്ളം വരുന്നുണ്ട്. 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ വെള്ളം വരേണ്ട അവസ്ഥ ആക്കി കഴിഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പൊയ്യ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മൾ അതിനുള്ള ഫണ്ട് ഓരോ മെമ്പർമാരുടെയും പ്രയത്നത്താൽ നമുക്ക് രോഗികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 15 വാർഡിലും നമ്മൾ തുല്യ വികസനങ്ങളാണ് നമ്മൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ആരും തന്നെ നമ്മൾ വേർപ്പെടുത്തിയിട്ടില്ല. രാഷ്ട്രീയം നോക്കാണ്ട് തന്നെയാണ് നമ്മളെല്ലാ വാർഡുകളിലും തുല്യ വികസനം നമ്മൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. UDF-ൻ്റെ ഭരണസമിതി കയറിയ ശേഷം ഏത്
മുക്കിലും മൂലയിലുള്ള ലൈറ്റുകളായാലും തെളിഞ്ഞു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ തൊഴിലാളികളും നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ തൊഴിലുറപ്പ് നമുക്ക് നമ്മളോടൊപ്പം നിന്നാണ് അവർ പ്രവർത്തിക്കുന്നത്. ഏത് വിഭാഗത്തിലായാലും നല്ല രീതിയിലാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ കിഴക്കേ കോളനിയിലെ ഒരു വർക്ക് വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്നതാണ്. അതിപ്പോൾ നമുക്കത് പ്രവർത്തനശേഷിയായി. അതുപോലെ തന്നെ പൂപ്പത്തിൽ തന്നെ ഒരു 200-200ഓളം വീടുകൾക്ക് ശുദ്ധജലം കിട്ടുന്ന തരത്തിൽ നമ്മൾ ഭൂഗർഭജലത്തിൻ്റെ ഭാഗമായിട്ട് വീടുകൾക്ക് പൈപ്പ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കായൽ അതിരിടുന്ന പഞ്ചായത്തിലെ ഉപ്പുവെള്ള ഭീഷണിക്ക് പരിഹാരമായി ജലനിധി പദ്ധതിയിലൂടെ കുടിവെള്ള പ്രശ്നത്തിന്റെ പരിഹാരം അടുത്തെത്തി. ഗ്രാമീണ റോഡുകൾ എല്ലാം സഞ്ചാരയോഗ്യമാക്കി. വഴിവിളക്കുകൾ പൂർണ്ണമായും സ്ഥാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഭൂരിഭാഗം രോഗികൾക്കും ചികിത്സാ സഹായം എത്തിച്ചു. കഴിഞ്ചിത്തറ പാലം നിർമ്മിച്ചു. പൊയ്യ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു. ആരോഗ്യ കേരളം പദ്ധതിയിൽ സംസ്ഥാനത്ത് 3ാം സ്ഥാനവും മത്സ്യസമൃദ്ധിയിൽ ജില്ലയിൽ 1ാം സ്ഥാനവും നേടാനായി. അതേസമയം ഭരണമുന്നണിയിലെ ചേരിപ്പോര് വികസനത്തെ പിന്നോട്ടടിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം അഴിമതിയുടെ ഈ പറഞ്ഞതുപോലെ തമ്മിൽ തല്ലിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. യാത്രാബത്തായി പറഞ്ഞ 2 മീറ്റിങ്ങുകളിൽ ഒരേ സമയം പങ്കെടുത്തു എന്ന നിലയിൽ ഈ പറഞ്ഞതുപോലെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ വിജിലൻസ് കേസ് വരെ നേരിടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ 5 വർഷക്കാലത്തിനിടയിൽ പഞ്ചായത്തിൽ 3 പ്രസിഡന്റുമാരാണ് ഭരിച്ചത്. 3 പ്രസിഡന്റുമാർ എന്ന് പറയുമ്പോൾ 3 പാർട്ടിയുടെ ആളുകളല്ല, ഒരേ പാർട്ടിയുടെ തന്നെ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വന്ന ആളുകളിലെല്ലാം 3 പേര് പ്രസിഡന്റാവുന്ന ഒരു സ്ഥിതിയില്ല. ഈ 5 വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിനകത്ത് കാർഷിക മേഖലയുടെ പ്രവർത്തനം പരിശോധിക്കുന്നു. കാർഷിക മേഖലയിൽ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. മംഗലംകുളലിൽ ലിഫ്റ്റ് ഇറിഗേഷൻ ഇപ്പോൾ പ്രാവർത്തികമാക്കുമെന്ന വലിയ അവകാശവാദത്തോടു കൂടിയാണ് ഈ ഭരണസമിതിയും അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റൊക്കെ വന്നത്. പക്ഷെ പിന്നീട് കുറേ ലക്ഷങ്ങൾ ചെലവ് ചെയ്തത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരികയും കാര്യങ്ങളെല്ലാമായി അങ്ങനെ കുറേ കാശ് ചെലവഴിച്ചെന്ന് ചോദിച്ചാൽ ആ പദ്ധതി കമ്മീഷൻ ചെയ്യാനോ അതിൻ്റെ ഭാഗമായിട്ടോ ഒന്നും ആളുകൾക്കൊരു ഗുണം കിട്ടിയിട്ടില്ല. ഒരു പൊയ്യ കേന്ദ്രീകരിച്ചൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ആവശ്യമായി തുടക്കം കുറിച്ചതാണ്. പക്ഷേ ഈ ഭരണസമിതി വന്നപ്പോൾ അതും ഒരു രാഷ്ട്രീയ വൈര്യത്തിൻ്റെ ഭാഗമായിട്ട് ആ പദ്ധതി തന്നെ വേണ്ടെന്ന് വയ്ക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഒരു പൊതു ശ്മശാനം എന്ന് പറഞ്ഞാൽ ഒരു ആധുനിക ക്രിമിറ്റോറിയം എന്ന ആശയമാണ് ഈ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. അതിലേ അതുപോലെ ഒരു ആധുനിക രീതിയിലുള്ള ഒരു ക്രിമിറ്റോറിയം എന്നൊരു ആശയം ഇതിലൂടെ നടപ്പാക്കപ്പെടേണ്ടതാണ്. കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും പ്രയോജനപ്പെടുന്ന ജലസേചന പദ്ധതികൾ തുടങ്ങാനോ നേരത്തെയുള്ളവ പൂർത്തീകരിക്കുന്നതിനോ കഴിഞ്ഞില്ല. മണലിക്കാട് മംഗലംകുളം പദ്ധതികൾ നിശ്ചലമായി. പൊക്കാളി കൃഷി സംരക്ഷിക്കാനായില്ല. ഭവനരഹിതർ വർദ്ധിച്ചു. മുൻ പ്രസിഡന്റ് കൃത്രിമ രേഖയുണ്ടാക്കി പണം കൈപ്പറ്റിയതിന് വിജിലൻസ് അന്വേഷണം നേരിടുന്നു. ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ കായലുകളും തണ്ണീർത്തടങ്ങളും നെൽവയലുകളും നികത്തുന്നതും കുന്നടിച്ച് മണ്ണെടുക്കുന്നതും അവസാനിപ്പിക്കണം. പൊതു ആധുനിക ക്രിമിറ്റോറിയം നിർമ്മിക്കണം. കളിസ്ഥലവും സ്റ്റേഡിയവും നിർമ്മിക്കണം. പൊതു കളിസ്ഥലമില്ലാത്ത പൊയ്യ പഞ്ചായത്തിൽ അതിനാവശ്യമായ നടപടികൾ വേണം. വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പൂപ്പത്തി, പൊയ്യ എന്നീ പ്രദേശങ്ങളുമായി നല്ല ഗതാഗത സൗകര്യം ഉണ്ടാക്കണം. പഞ്ചായത്ത് തലത്തിൽ ദുരിതാശ്വാസ നിധി രൂപീകരിക്കണം. ജലസേചന പദ്ധതികൾ പൂർത്തീകരിച്ച് കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കണം. ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും UDFും LDFും സഹകരിച്ചാണ് ഏതാനും നാളായി പഞ്ചായത്ത് ഭരിക്കുന്നതെന്നും BJPയുടെ ആരോപണം. ഓരോ ഗ്രാമപഞ്ചായത്തുകൾക്കും പൊതു ശ്മശാനം, ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം വേണമെന്ന് സർക്കാർ പറയുന്ന സമയത്ത് 1982 1 ഏക്കർ ഭൂമി വാങ്ങിയിട്ടിരിക്കുന്ന പുലിപ്പറമ്പിലെ ഭൂമിയിൽ യാതൊരു തരത്തിലും പൊതുജനങ്ങൾക്കോ ഇവിടെ ഭൂരിപക്ഷമാകുന്ന ജനങ്ങൾക്കോ ഗുണപ്രദമാകുന്ന യാതൊരു തരത്തിലും അവിടെ ഒരു പദ്ധതിയും മുന്നോട്ട് നയിക്കാതെ അത് അടച്ചു വച്ചിരിക്കുന്ന അധ്യായം പോലെ മാറി മാറി വരുന്ന ഭരണ കാര്യകർത്താക്കൾ ഈ ഭൂമിയെ ഗുണാത്മകമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. മംഗലംകുളം പദ്ധതി പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ലക്ഷങ്ങൾ മുടക്കി മംഗലംകുളം പദ്ധതി 4-5 വാർഡുകൾക്ക് ഇറിഗേഷൻ അതിൽ നിന്ന് വെള്ളം അടിച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ പദ്ധതി ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യത്തെ മുതലാക്കാതെ കേവലം ഇടയ്ക്ക് വെച്ച് ആ പദ്ധതി കമ്മീഷൻ ചെയ്യാതെ വന്ന കോൺട്രാക്ടർക്ക് പൈസ കൊടുത്ത് അതിൽ തിരിമറി നടത്തിയ LDF UDF ഭരണമുന്നണികൾ.
ജനങ്ങളുടെ വികാസം ഒരു തരത്തിലേക്കും ലക്ഷ്യം വെക്കാതെ കേവലം ആ വരുന്ന സമയത്ത് അവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലാണ് മാറി മാറി വന്ന ഇന്നത്തെ UDF ഭരണമുന്നണിയും നേരത്തെ ഭരിച്ചിരുന്ന LDF ഭരണമുന്നണിയും ചെയ്തിരുന്നത്. വികസന കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ പരസ്പരം തല്ലുപിടിച്ചുകൊണ്ട് ഭരണത്തെ ജനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ പറ്റാതെ തീർത്തും പരാജയത്തിലേക്ക് പോയ ഒരു ഭരണസമിതി. അഴിമതി നടത്തുന്ന UDFിൻ്റെ ഭരണസമിതിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് വ്യത്യസ്തപരമായ രീതിയിൽ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ജനങ്ങളെ ഗുണാത്മകമായ രീതി ജനങ്ങളിലേക്ക് വികസനം എത്തുന്നു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്യാൻ ഇവർക്ക് സാധിച്ചില്ല. ആ മേഖലയിലേക്കെല്ലാം ശ്രദ്ധ കൊടുക്കേണ്ടി വന്നത്, ശ്രദ്ധ പല സമയത്തും കൊടുക്കേണ്ട തരത്തിലേക്ക് തയ്യാറായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്ന തലത്തിൽ എനിക്കാണ് അത് സൂചന കൊടുക്കേണ്ടി വന്നത്. മാള ടൗണിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള തെരഞ്ഞെടുപ്പ് ചുമരെടുത്ത് കാലത്തിന്റെ കയ്യൊപ്പായി നിലനിൽക്കുന്നു. സ്ഥാനാർത്ഥിയായിരുന്ന ഗീർവാസിസ് അരിക്കലിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചുമരിൽ എഴുതിയതാണ് ഇന്നും മായാതെ കിടക്കുന്നത്. വ്യാപാര സ്ഥാപനത്തിന്റെ മുകളിലാണ് ഈ എഴുത്ത് കാണുന്നത്. തെങ്ങ് ചിഹ്നത്തോടു കൂടിയാണ് എഴുത്ത്. മാള ടൗൺ റോഡ് വികസനത്തിനായി പൊളിച്ചു മാറ്റാനിരിക്കുന്ന കെട്ടിടത്തിലാണ് പതിറ്റാണ്ടുകൾ പിന്നിട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള എഴുത്തുള്ളത്. ഒരുപക്ഷെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരെ ഈ മായാത്ത എഴുത്ത് ഉണ്ടായേക്കില്ല. വടമ വടക്കേക്കെട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ആരംഭിച്ചു. നവാഹയജ്ഞത്തിന് തുടക്കം കുറിച്ച് ഗ്രാമപ്രദക്ഷിണവും ആചാര്യവര്യണവും നടന്നു. ഇതോടനുബന്ധിച്ച് 18-ന് കുമാരി പൂജയും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടക്കും. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി 20-ന് പൂജവയ്പും 23-ന് വിദ്യാരംഭത്തോടെ ചടങ്ങുകൾ സമാപിക്കും. KSVB അറിയിപ്പ്. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ അന്നമനട സെക്ഷന്റെ കീഴിലുള്ള പാലശ്ശേരി, കുമ്പിടി, പാരിക്കപ്പള്ളി, അന്നമനട സൗത്ത്, എടയാറ്റൂർ, തൈക്കൂട്ടം, വൈന്ദല എന്നിവിടങ്ങളിൽ 13-ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. സ്വർണ്ണനിരക്ക്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 2480 രൂപ, പവന് 19,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പുഴയിലെ പാൽപ്പുഴക്കടവിൽ കാണാതായ +1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. കോട്ടപ്പുറം വലിയ പണിക്കൽ തുരുത്തിൽ കപ്പേടയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.